പ്രാർത്ഥനയോടെ നന്ദിയോടെ തിരുസന്നിധിയിലേക്ക് വരുന്നു. കഴിഞ്ഞ ഒരാഴ്ച നമ്മളെ ക്ഷേമമായി നടത്തി തുടർന്നുണ്ടായ സംഘടനകളുടെ വിഷമങ്ങളൊക്കെ നിരന്തരമായിരുന്നെങ്കിലും ദൈവത്തിന് ആശ്വാസത്തിനായ പ്രത്യാശയ്ക്കായ സ്തോത്രം. ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ ഞായറാഴ്ച ഞങ്ങൾ ദൈവത്തിലേക്ക് അടുത്ത് വരുന്ന കർത്താവെ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ ബലവും മഹത്വം കാണേണ്ടത് ജനത്തെ ചെയ്യിപ്പിക്കണമേ. ഇന്ന് പകൽ ദൈവകൃപ ധാരാളമായി തിരിച്ചറിയുവാൻ എല്ലാവരുടെ മേലും ഉയരത്തിലെ കൃപ പകരണമേ. ഇതാ നിന്നെ ആരാധിപ്പാൻ ജനം കടന്നു വന്നിരിക്കുന്നു. അവരുടെ ആദരങ്ങൾ ബലപ്പെടട്ടെ, ഹൃദയങ്ങൾ ദിവസം ഒരുക്കപ്പെടട്ടെ, ദിവ്യ ദർശനങ്ങൾക്കായി കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ദൈവശബ്ദം കേൾപ്പാൻ എല്ലാ കാതുകളും ഇന്ന് രാവിലെ തുറന്നിരിപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ വരുന്നില്ലാത്ത ഒരു വാക്കോ ഒരു ചിന്താമണ്ഡലങ്ങളോ ആരും അവിടെ കാണും. ആരാധനയുടെ മഹത്വം ജനം അനുഭവിക്കേണ്ടതിനാണ് ആദ്യം തുറന്ന് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്ന പകൽക്കാലമായി മാറട്ടെ. എല്ലാ തടസ്സങ്ങളുടെ മേൽ ഇന്നും പകൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ധാരാളമായി പകരപ്പെടണം. എല്ലാ മുഖത്തും കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ നമുക്ക് ചില മിനിറ്റുകൾ തിരുവചനം ധ്യാനിക്കുക. നാം പഠിച്ചു വരുന്ന വേദഭാഗം ഒന്നും കൂടെ വായിക്കാൻ എബ്രായലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. Chapter 4, verse 16. ഇതാണ് നാം പഠിച്ചു വരുന്നത്. പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നാം പഠിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെ കഴിഞ്ഞ ആഴ്ചകളായി എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നുള്ളതൊക്കെ നാം ചിന്തിച്ചു. അവസാനമായി കഴിഞ്ഞ ആഴ്ച നാം നിർത്തിയത് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിപ്പം പഠിപ്പിക്കണം, പഠിച്ചു പ്രാർത്ഥിക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ കാണാതെ പഠിച്ചു ചൊല്ലുന്നതല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത് ഞാൻ പഠിക്കുക എന്ന് പറഞ്ഞു. വാട്ട് ഐ ഡു നോട്ട് നോ ഐ റിസീവ് ഫ്രം ദ ലോർഡ്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക, അതാണ് പ്രാർത്ഥന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. അങ്ങനെ നമ്മൾ ഇന്ന് ഈ ആഴ്ച തൊട്ട് യേശു പഠിപ്പിച്ച മോഡൽ പ്രയർ, യാക്കോബ, പ്രത്തോമ, CSI അല്ലെങ്കിൽ മറ്റുള്ള ക്രിസ്തീയ പാരമ്പര്യമുള്ളവർക്കെല്ലാം മനഃപ്പാഠമായി അറിയാവുന്ന ഒരെണ്ണമാണ് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ചിലപ്പോൾ നീട്ടി ഒപ്പുറക്കൊക്കെ പാടും, അത് ചെയ്യും. തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് എല്ലാ ഗ്രൂപ്പുകളിലാണെങ്കിലും പ്രാർത്ഥന കഴിയുന്നുണ്ട് അവർക്ക് ചൊല്ലിയിട്ട് നിർത്താറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാത്ത തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് പ്രാർത്ഥനയാണ്, അർത്ഥമുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥന ഈ നിലവാരത്തിലായിരിക്കണം എന്ന് പറഞ്ഞാൽ ആ ഓർഡറെന്ന് മാത്രമല്ല കഥ ഉദ്ദേശിച്ചത്. ദീസ് ആർ ദി തിങ്സ് വി ഹാവ് ടു ഇൻക്ലൂഡ് ഇൻ അവർ പ്രയർ. നേരത്തെ കഴിഞ്ഞ ചോദിച്ചാണ്, പ്രാർത്ഥന കേൾക്കുന്ന വ്യക്തിയാണ് ഇന്ന രീതിയിൽ പ്രാർത്ഥിക്കണം. ഒരു കാര്യം നമുക്ക് തരാമെന്ന് പറഞ്ഞ ആൾ പറയുന്നത് ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ, നിയമം എഴുതിയ ആൾ പറയുന്നത് ഈ രീതിയിൽ വേണം ചെയ്യാൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. യേശുവിനോടാണെങ്കിൽ ആ യേശു പറയുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കണം, അതാണ് നമ്മുടെ ചിന്ത. അങ്ങനെ ഇന്ന് രാവിലെ നാം അത് തുടങ്ങുന്നു. അടുത്തുള്ള 9-10 ആഴ്ചകൾ നാം അതാണ് വിചാരിക്കുന്നത്. 6-9 ഇങ്ങനെ വായിക്കാം. Matthew chapter 6 verse 9 through 13. മത്തായി 6-9 തൊട്ടാണ് വായിക്കുന്നത്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നു തരണമേ. മറുപടി തുടങ്ങാം. അപ്പൊ ഇതാണ് നാം ഉദ്ദേശിക്കുന്ന, കർത്താവ് ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഒന്നാമത്തെ വാചകത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ. നാം പ്രകൃതനെതിരാണ് നിൽക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തിരിക്കണം, we are standing in the awesome presence of our Father. ഒരു പിതാവിന്റെ മുമ്പിൽ നിൽക്കുന്ന ലാഘവത്തോടെ, ബഹുമാനത്തോടെ, അധികാരത്തോടെ, അവകാശത്തോടെ ഇത് വേണം നാം പ്രാർത്ഥിക്കുവാൻ. നാം പലപ്പോഴും ദൈവസ്ഥനിൽ വരുമ്പോൾ ഒന്നുകിൽ പേടിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചില്ലേ ദൈവം തല്ലും,
പ്രാർത്ഥിച്ചാൽ ദൈവം തരും. ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഇല്ല. ഒരു വീട്ടിലെ യഥാർത്ഥത്തിൽ സ്നേഹമുള്ള പിതാവിന്റെ മുമ്പിൽ, സ്നേഹിക്കുന്ന പിതാവിന്റെ മുമ്പിൽ ഒരു മകനോ മകളോ വന്ന് നിൽക്കുന്ന മനോഭാവത്തോടെ അതിൽ ഒരല്പം കൂടെ ആഴത്തിലാണ് പിതൃസന്നിധി എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താ വിഷയം. അല്ലെ, പിതൃസന്നിധിയിലാണ് നാം നിൽക്കുന്നത്. സ്വർഗത്തിനായ പിതാവേ എന്നാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ ഒരു വീണ്ടെടുപ്പിന്റെ ദൂതായിട്ട് പറയുന്നത്. മകനാകുക മകളാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചില്ല, നമ്മൾ ഒരു കുഞ്ഞിനെ നമ്മൾ എടുത്തു വളർത്തുന്നുവെങ്കിൽ അതിനെ ദത്തെടുക്കുക, വീണ്ടെടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നാം എല്ലാം ഒരിക്കൽ രണ്ടിൽ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നു നാം ഈ ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളല്ലായിരുന്നു. ഇന്ന് നമ്മൾ അവിടെ നിൽക്കുന്നത്, ഇന്ന് നമ്മളവിടെ ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണ്. അതിന്റെ അർത്ഥം നമ്മെ വീണ്ടെടുത്തു, ദത്തെടുത്തു, പുത്രത്വം നൽകി. വ്യത്യാസമൊന്നുമില്ല, അവകാശമൊന്നുമില്ല, പുത്രത്വം നൽകി. അങ്ങനെ വരുമ്പോൾ ആ വീണ്ടെടുപ്പിന്റെ ഒരു ദൂത, ഒരു പ്രാർത്ഥന തുടങ്ങുക എന്ന് പറഞ്ഞാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കണം, മെസ്സേജ് ഓഫ് ദ ഗ്രേറ്റ് റിഡംപ്ഷൻ ഗോഡ് ഹാസ് പെർഫോംഡ് ത്രൂ ദ ഗ്രേറ്റ് സാക്രിഫൈസ് ഓഫ് ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ്. അപ്പം മനുഷ്യന്റെ വീഴ്ചയും മനുഷ്യന്റെ വീണ്ടെടുക്കുമാണ് ഈ വേദപുസ്തകം എന്ന് പറയുന്നത്. നാം ഈ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബും മോശെ, ഏലിയാവൊക്കെ പ്രസംഗിച്ചാലും ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളുന്ന സത്ത എന്ന് പറയുന്നത് അല്ലല്ലേ, മനുഷ്യന്റെ വീണ്ടെടുപ്പും അവന്റെ വീഴ്ചയും വീണ്ടെടുപ്പുമാണ്. ഇത് മറന്നു പോകരുത്. അപ്പൊ നോക്കണം, ദൈവ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം തന്റെ സ്വന്തം കൈകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ. അറിയാവുന്ന സംഭവങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നതൊക്കെ ഓരോരുത്തർക്ക് ഓരോ പേരുണ്ട്. ആദമിനെ സൃഷ്ടിച്ചിട്ട് ദൈവം അവനെ എന്തായിരിക്കും വിളിച്ചത്? എന്നില്ല ആദമെ ആദമെന്ന് വിളിച്ചവരൊക്കെ ഒന്ന് നമ്മുടെ പിള്ളേരെ നമ്മൾ പോകുമ്പോൾ വിളിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ